ആ ചാത്തൻ വീണ സ്ഥലത്തൊന്ന് പോയി നോക്കാം. ആ, ഇവിടെ തന്നെ. പുള്ളി എഴുന്നേറ്റ് പോയോ? കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഹാവൂ, അതോ ചത്തിട്ട് കുഴിച്ചിട്ടതോ? അയ്യോ അമ്മേ, എങ്കിൽ ഞാൻ അകത്താവും. എൻ്റെ അമ്മേ. ഏ ലുട്ടാപ്പിക്ക് എന്തു പറ്റി? പിന്നാലെ പോയി നോക്കാം. ആ കുറുക്കച്ചാരെ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഏ ഗുഹയ്ക്കകത്ത് ആ ചാത്തൻ ജീവനുണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ഏ അത് സൂത്രനാണല്ലോ. എന്തോ പ്രശ്നമുണ്ട്. ലുട്ടാപ്പിക്കും അതിലെന്തോ പങ്കുണ്ട്. എന്താണ് എന്നറിയാൻ മൃഗങ്ങളുടെ ഭാഷ അറിയാവുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാളുണ്ട്. ഹലോ മായാവി, കുറെ കാലമായല്ലോ കണ്ടിട്ട്. എനിക്ക് മൗഗ്ലിയുടെ ഒരു സഹായം വേണം. മായാവി കാര്യങ്ങൾ പറഞ്ഞു. ശരി, ഞാൻ സൂത്രനോട് സംസാരിക്കാം. മോശം അവസ്ഥയിൽ ക്ലേശം മാറ്റാനായി ലേശം ധൃതിയിൽ വിളിച്ചതും നാശമായി പോയല്ലോ. എന്തു പറ്റിയ ജഗജ? നാട്ടുവഴിയിൽ വെച്ച് മുട്ടുവേദന വന്നപ്പോൾ കാട്ടുമുത്തപ്പനെ നീട്ടി വിളിച്ചതാ. തട്ടുകിട്ടിയ മട്ടിൽ ഒട്ടുനേരം എട്ടും പൊട്ടും തിരിയാതെ നിന്നിട്ട് സ്ഥലം വിട്ടു. കുഴിയിലും ചുഴിയിലും പെട്ട് വഴി കാണാതെ ഉഴറുമ്പോൾ വഴി കാണിക്കേണ്ടവർ അതിന് കഴിയാതെ ഒഴിയാൻ നോക്കിയാൽ കുഴയുമല്ലോ. അജഗജൻ വിളിച്ചപ്പോൾ ഷേരു ഒഴിഞ്ഞുപോയെന്ന് പറയുന്നത് പിടികിട്ടാഞ്ഞിട്ടാ. എനിക്കറിയാം. ഷേരു സ്ഥിരമായി കാട്ടുമുത്തപ്പനായാൽ പ്രശ്നമാവും. അല്ലേലും ഷേരു കൂടെ ഇല്ലാത്ത കാര്യം ഓർക്കാനേ വയ്യ വൈദ്യരെ. മരുന്നിന് പോയ ഷേരു തിരിച്ചു വന്നില്ലല്ലോ. ആഹാ, വന്നോ? വൈദ്യരെ, ഞാനാ താൽക്കാലിക മുത്തപ്പൻ. അവിടുത്തെ മരുന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന്. ഇത് പ്രത്യേക കേസാ. ഇവിടെ തന്നെ ചികിത്സിക്കണമെന്നാ അവര് പറയുന്നത്. അയ്യോ, ഇനി എന്തു ചെയ്യും? സൂചി കുറെ കൂടി കറങ്ങി. പോയിക്കോളൂ ഷേരു, ഞാൻ വിളിക്കുമ്പോൾ വരണം. ശരി വൈദ്യരെ. വൈദ്യർ എന്താ ആലോചിക്കുന്നത്? ഒരു വഴിയുണ്ട്, കടുത്ത വഴി. ഷേരുവിന് പകരം കാട്ടുമുത്തപ്പന്മാരുടെ ലോകത്തേക്ക് ഞാൻ പോകാം. ഏ പക്ഷേ കാട്ടുമുത്തപ്പനുള്ള ചികിത്സയെ പറ്റി അറിയാൻ ഞാൻ തന്നെ പോകണം സൂത്ര. അതെ, പക്ഷെ വൈദ്യർ എങ്ങനെ പോകും?